അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരുപാട് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിൻമാൻ, അതുപോലെ മേക്ക് മൈ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ആപ്പുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒഫീഷ്യൽ സൈറ്റ് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ കാണുന്നതാണ് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും ഒരു പേജ് വന്നത്. ആദ്യം ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണുന്നത്. അല്ലെങ്കിൽ നമുക്കിതുപോലെ രജിസ്റ്റർ ചെയ്യാണ്ടാവും. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ച് ഓർ രജിസ്റ്റർ യൂസർ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്ത് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ രജിസ്റ്റർ യൂസർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, യൂസർ നെയിം, പിന്നെ ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. കൺഫേം പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നെയിം, പിന്നെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, അതുപോലെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഒക്യുപ്പേഷന്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇതൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്താൽ ഒരു റെസിഡൻഷ്യൽ അഡ്രസ്സ് ഫില്ല് ചെയ്യാൻ കാണാം. അതിൽ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ കയറുക. ഇതാണ് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്, ഒഫീഷ്യൽ ആപ്പ്. ഇതിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആദ്യം ട്രെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. ശേഷം ബുക്ക് ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ, അതായത് നമുക്കിപ്പം കോഴിക്കോട് നിന്നാണെങ്കിൽ പോകണമെങ്കിൽ കോഴിക്കോട് ടു ഗോവയാണെങ്കിൽ മഡ്ഗാവൻ, അത് സെലക്ട് ചെയ്യുക. ശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക, നമുക്ക് പോകേണ്ട ഡേറ്റ് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 20-ാം തീയതി മെയ് 20-ന് പോകേണ്ടത് വെച്ചെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സെർച്ച് ട്രെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് കോഴിക്കോട് ടു ഗോവ പോകുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് കാണാം. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഒന്ന് ഇതിൽ നോക്കിയാൽ മതി. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 25 ജൂണിന് ഒന്ന് അവൈലബിൾ ആണ്. അതുപോലെ ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ കാണാം. ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. ഈ ഗ്രീൻ കളറിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കൺഫേം ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കണം. പാസഞ്ചർ ഡീറ്റെയിൽസിൽ ആഡ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക. പേര്, അതുപോലെ ഏജ് കൊടുക്കണം, അതുപോലെ മെയിൽ ഫീമെയിൽ ജെൻഡർ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ബർത്ത് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് അപ്പർ ബർത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പർ ബർത്ത് ആയിട്ട് തന്നെ കൊടുക്കുക. ശേഷം ആഡ് പാസഞ്ചർ കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇത് കൊടുക്കണം. പിന്നെ ഓട്ടോ അപ്ഗ്രഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഹയർ കോച്ചുകളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഓട്ടോ അപ്ഗ്രഡേഷൻ കിട്ടും ഫ്രീ ആയിട്ട് തന്നെ. ഇപ്പം AC ക്ലാസ്സുകളിലൊക്കെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് അപ്ഗ്രഡേഷൻ കിട്ടും. പിന്നെ ഇൻഷുറൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് ചെറിയൊരു പൈസ ഉണ്ടാവുള്ളൂ, അത് വേണമെങ്കിൽ അതും കൊടുക്കുക. ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് കാണാം, അത് കൊടുക്കുക. ശേഷം നമുക്കൊരു OTP വരും, ആ OTP ഇതിലൊന്ന് സെർച്ച് ചെയ്തിട്ട് പ്രൊസീഡ് എൻറ്റർ ചെയ്തിട്ട് പ്രൊസീഡ് പേ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഓപ്ഷനെ വെച്ചിട്ട് പേ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് നമ്മുടെ മെയിലായിട്ടും അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. IRCTCയുടെ ഒഫീഷ്യൽ ആപ്പിലാണ് ഇപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇനി ഇതിൻ്റെ ചാർട്ട് പ്രിപ്പറേഷനൊക്കെ വരുന്നത് ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പായിരിക്കും. ഇതിൻ്റെ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് വരും. ടിക്കറ്റ് കൺഫേം ആയില്ലെങ്കിൽ നമുക്കതിൻ്റെ റീഫണ്ട് ലഭിക്കും. അതിനൊരു 60 രൂപ ചാർജ് പിടിച്ചതിന് ശേഷം ബാക്കി അവർ റീഫണ്ട് ചെയ്ത് തരും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടാണ്
ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.